ഇനി മുസ്ലിങ്ങൾ വാദിക്കും വാദിക്കടാ, വാദിക്കും. മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലാതെ ലോകം അവസാനിക്കൂല. മുസ്ലിമീങ്ങൾ അത് വാദിക്കും, അടുത്ത് വാദിക്കും. ഒരു 10 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ സംഘടന വരും. മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിട്ടില്ല. തെളിവില്ലല്ലോ. തെളിവ് ഒരു തെളിവില്ല. തെളിവുള്ള നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചു? വഹാബിസം. വഹാബിസത്തെക്കാളും അപകടകാരിയായ ഒരു സാധനം ഇനി ലോകത്തുണ്ടാവില്ല. അവസാനത്തെ അപകടകാരിയാണ് വഹാബിസം. അതിന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ ഉണ്ടാവും. അതിനുണ്ടായതാണ് ചേകനൂരിസം. അതിന് നെഞ്ഞി പറന്നുണ്ടാവും. അതാണ് എന്ത്? റസൂൽ ജീവിച്ചിട്ടില്ല. അന്തരാൾ ജീവിച്ചിട്ട് ഗ്രീസിലേക്ക് നാട് കടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാട് കടത്തിയ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് ട്രെയിന്. ആ ട്രെയിനും സർവീസൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഗ്രീസിൽ നിന്ന് അദ്ദേഹമാണ് ആ ട്രെയിൻ ഉണ്ടാക്കിയത്. ആ ട്രെയിനിൽ അദ്ദേഹത്തെ ഗ്രീസിലേക്ക് കയറ്റിവിട്ടു. യുവതുർക്കികൾ ആണ് കയറ്റിവിട്ട്. മുസ്തഫ അത്താതുർക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതാൻ കൽപ്പിച്ചത് മുസ്തഫ അത്താതുർക്കാണ്. അയാളാണത് ചെയ്തത്. അയാൾ നേതൃത്വത്തിലുള്ള സംഘം. അത് വഹാബിയത്തിൻ്റെ വേറൊരു വെർഷനായിരുന്നു തുർക്കിയിലുള്ള. ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന കർച്ചീഫ് ഇങ്ങനെ ചീന്തി. അവർ സന്തോഷിച്ച് എല്ലാവരും അട്ടഹസിക്കുക. അദ്ദേഹം ചിന്തി, ഒരു കാലത്തും മുസ്ലിമീങ്ങൾ യോജിക്കുന്നൊരു സംഭവം വരില്ല. അതാണ് ഇന്ന് നടന്നത്. ഒരു സെക്കൻഡ് ഒഴിവാക്കാത്ത സ്വലാത്തിൽ ഈ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. 1904 ചോദിക്കുന്നുണ്ട്. 1904 അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നത് തിയഡോർ ഹട്സലാണ് ഫൗണ്ടർ ഓഫ് സയനിസം. സയനിസത്തിൻ്റെ ഫൗണ്ടർ അയാളാണ്. ഫാദർ ഓഫ് സയനിസം, ഫൗണ്ടർ ഓഫ് സയനിസം തിയഡോർ ഹട്സലിൻ്റെ മരണം 1906. തിയഡോർ ഹട്സൽ അയാൾ ഹംഗറിക്കാരനാണ്. അയാളാണ് സത്യത്തിൽ എന്താ പറയുക, സിയോണിസം എന്നൊരു സാധനം ഉണ്ടാക്കിയത് അയാളാണ്. തിയഡോർ ഹട്സൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജെറൂസലേം ഞങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ നിലവിലുള്ള തുർക്കിയുടെ മുഴുവനും കടം വീട്ടിത്തരാം, നിങ്ങൾക്കും കുടുംബത്തിനും ലോകാവസാനം വരെ ജീവിക്കാനുള്ള വകയും തരാം. അപ്പോൾ വലിയ കടക്കാരനാ. കൊട്ടാരത്തിൻ്റെ ഭക്ഷണത്തിന് പോലും, വിരുന്നുകാരെ ഭക്ഷണത്തിനും കൊട്ടാരത്തിൽ വരുന്നവരെ ഭക്ഷണത്തിന് പോലും ഞെരുങ്ങുന്ന ഒരു കാലമാണ് അന്ന് തുർക്കിക്ക്. അന്നതൊക്കെ നടക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ മുതലല്ല, അത് റബ്ബിൻ്റെ മുതലാണ്. നിങ്ങൾക്ക് ഞാൻ തന്നെ വിറ്റ് പൈസ വാങ്ങിയാൽ റബ്ബിനോട് എന്ത് പറയും? പിന്നെ പറഞ്ഞു, നിങ്ങളത് വെച്ചേക്ക്, ആ പൈസ നിങ്ങൾക്ക് തന്നെ ഉപകരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ എന്നെ അവർ പുറത്താക്കും. അന്ന് അക്കാലത്ത് മുസ്ലിമീങ്ങൾ നിങ്ങളോട് യോജിക്കും. അപ്പോൾ നിങ്ങളെ ഉപകാരത്തിന് നിങ്ങൾക്കത് ഉപകരിക്കും, എനിക്ക് വേണ്ട. അങ്ങനെ തന്നെ നടന്നു. പിന്നെ അബ്ദുൽ അസീസ് അവർക്ക് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ഇസ്രായേൽ. ഒക്കെ സത്യങ്ങളാണ്. എന്ത് മറന്നാലും സത്യം. പിന്നെ ഞാൻ പകലും സ്വലാത്തിലും ഞങ്ങളോട് പറഞ്ഞില്ലേ ആ മനുഷ്യൻ, ഞങ്ങളോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മയായി കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വുളു ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി കട്ടിലിനടിയിൽ മണ്ണുണ്ടേക്കും. എന്തിന്? ത്വഹാറത്തില്ലാതെ ഭൂമി ചവിട്ടണ്ട. അങ്ങനത്തെ രാജാവ്. അവരൊക്കെ അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ശരിയും തെറ്റൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ആണ് സംഭവം. അള്ളാഹിന്റെ ഹബീബിന്റെ ഒരിക്കൽ വഹാബികൾ റസൂലുള്ളാഹിന്റെ വീട് തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് തുർക്കികൾ തിരിച്ചു പിടിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയത് റസൂലുള്ളാഹിന്റെ വീടാണ്. പിന്നെ പൊളിച്ചു, പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് റസൂലുള്ളാഹി, നിങ്ങൾ ചിന്തിക്കുക, റസൂലുള്ളാഹി ജീവിച്ചു എന്നതിന് ഇന്ന് എന്താണ് തെളിവ്? കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചതിന് തെളിവുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചതിന് തെളിവുണ്ട്. ജനിച്ച വീടുണ്ട്, ഇന്നുമുണ്ട്. ലോകത്ത് കടന്നുപോയ വലിയ മനുഷ്യന്മാർക്ക് മുഴുവനും അവരുടെ വീട് ജനം ലോകം സംരക്ഷിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം റസൂലുള്ളാഹി മിത്താണ് എന്ന് അടുത്ത് വാദിക്കും. നിങ്ങൾ എഴുതിച്ചോളി, ഇത് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാ ദിവസം? ഇന്ന് ഞായറാഴ്ച 2025 സെപ്റ്റംബർ 7 രാവിലെ മുഹമ്മദ് നബി എന്നൊരാൾ ഉണ്ടായിട്ടില്ല, അത് മിത്താണെന്ന് മുസ്ലിമീങ്ങൾ വാദിക്കും. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികളിൽ വലിയ ശതമാനം യേശു ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നുണ്ട്.
യേശു മിത്താണ്. അങ്ങനത്തെ ഒരാൾ ലോകത്ത് ജീവിച്ചിട്ടേ ഇല്ല എന്ന് വാദിക്കുന്ന അനവധി ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട്. മനസ്സിലായില്ല എനിക്ക് പറഞ്ഞ മനസ്സിലായി. അങ്ങനത്തെ ആളുകളുണ്ട്. യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിട്ടേ ഇല്ല എന്ന് വാദിക്കുന്ന ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികളുണ്ട് ലോകത്ത്. അതുകൊണ്ടാണല്ലോ എന്തിന് കഴിഞ്ഞത് ഡാവിഞ്ചി കോഡൊക്കെ ഇറക്കാൻ കഴിഞ്ഞത്. ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി കോഡിൽ യേശു ഒരു വ്യഭിചാരിയാണ്. എന്തുകൊണ്ട്? അത് മിത്താണെന്ന് വാദിച്ച പിന്നെ യേശു വ്യഭിചാരിയായ എന്താ? മറിയം എന്ന ഒരു പെണ്ണുമായി രഹസ്യവേശ നടത്തിയിരുന്നു യേശു എന്നാണ് ആ പുസ്തകം സമർത്ഥിക്കുന്നത്. ആ പുസ്തകമാണ് ഇന്ന് 2000-ന് ശേഷം ലോകത്തെ ഏറ്റവും വിറ്റുപോയ പുസ്തകം ഡാവിഞ്ചി കോഡാണ്. ആ പുസ്തകത്തിൽ യേശു വ്യഭിചാരിയാണ്. എവിടുന്നാണ് ഇറങ്ങുന്നത്? ഫ്രാൻസിൽ. എന്താ ഫ്രാൻസ്? 90% ക്രിസ്ത്യാനികളുടെ രാജ്യം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആ നാട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. എന്ത്? യേശു വ്യഭിചാരിയായിരുന്നു. മറിയം എന്നൊരു പെണ്ണുമായി ബന്ധനം. ഉമ്മയല്ല, വേറൊരു മറിയം. മേരിയാണല്ലോ മറിയം. മേരി എന്നൊരു പെണ്ണുമായി രഹസ്യവേശ ഉണ്ടായിരുന്നു യേശുവിന്. അത് എല്ലാവരും ക്രിസ്ത്യാനികൾ ക്ഷമിച്ചു. എന്തുകൊണ്ട്? അവർക്ക് നല്ല ശമനം ക്രിസ്ത്യാനി യേശു എന്നൊരാൾ ഉണ്ടായിട്ടില്ല. ഇനി മുസ്ലിങ്ങൾ വാദിക്കും, വാദിക്കും മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലാതെ ലോകം അവസാനിക്കൂല. മുസ്ലിമീങ്ങൾ അത് വാദിക്കും, അടുത്ത് വാദിക്കും. ഒരു 10 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ സംഘടന വരും. മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിട്ടില്ല. തെളിവില്ലല്ലോ. തെളിവ് ഒരു തെളിവല്ല. നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചു? വഹാബിസത്തെക്കാളും അപകടകാരിയായ ഒരു സാധനം ഇനി ലോകത്തുണ്ടാവില്ല. അവസാനത്തെ അപകടകാരിയാണ് വഹാബിസം. അതിന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ ഉണ്ടാവും. അതിനുണ്ടായതാണ് ചേകനൂരിസം. അതിന് നെഞ്ഞി പറന്നുണ്ടാവും. അതാണ് എന്ത്? റസൂൽ ജീവിച്ചിട്ടില്ല. അങ്ങനത്തെ ആൾ ജീവിച്ചിട്ടേ ഇല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെരുപ്പിനെ നിങ്ങൾ ചെരുപ്പൊപ്പിക്കുന്നു നമ്മളെത്തും. കാക്കട്ടെ. ഞാൻ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഇലാഹി, എന്റെ ഇലാഹിനെ. ഇത് ബുലീത്തു എന്നെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നബിയോടുള്ള പ്രേമം കൊണ്ട്. ഫമിൻഹു, എന്തെന്നാൽ ആ നബിയിലൂടെയാണ് ബദാലിൽ ആലമീൻ, ലോകത്തിനെല്ലാം വെളിവായിട്ടുള്ളത്. അൽ മസ്വാലിഹു, എല്ലാ ഗുണങ്ങളും നേട്ടങ്ങളും റസൂലുള്ളാഹിനെ കൊണ്ട് വെളിവായത്. ഒക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടി. ഒന്നുമില്ല റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല. ونلت به ما فات هدا تفضلا هيئتي يطبا وهو موتي صالح. നിൽത്തു, ഞാൻ കരസ്ഥമാക്കി, ബിഹി, നബിയെ കൊണ്ട്, മാ ഫാത്ത ഹദ്ദൻ, അതിർത്തിയില്ലാത്തത്ര, തഫല്ലുലൻ, നബിയുടെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, നബിയുടെ ഔദാര്യം കൊണ്ട് എന്നൊക്കെ പറയാം. എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? അതിർത്തിയില്ലാത്തത്ര. എനിക്ക് കിട്ടിയൊരു അതിർത്തിയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ റസൂലുള്ളാഹിനെ പോയി കാണലുണ്ട് എന്ന് പറഞ്ഞില്ലേ. 8600 ചില്ലാനം കിലോമീറ്റർ കവിയുടെ നാട്ടിൽ നിന്ന് നബിയുടെ റൗളയിലേക്ക് എല്ലാ ദിവസവും ഞാൻ നേരത്തെ റസൂലുള്ളാഹിനെ എത്തും. ومن برسول الله لم يخشج المدى تولى رسول الله أمري فلم يزل يساعدني دهري فصرت ممجدا. കഴിഞ്ഞു പോയ 2 വരിയാണ്. ഞാൻ അതിരാവിലെ പുറപ്പെടും. മുസ്തഫ നബിന്റെ അടുത്തേക്ക് ഞാൻ നേരം വിളിട്ട് അതിരാവിലെ പുറപ്പെടും. എന്നും പുറപ്പെടും. 8600 ചില്ലാനം കിലോമീറ്റർ ആ കവിയുടെ നാട്ടിൽ നിന്ന് നബി റൗളയിലേക്ക് ഞാൻ ഇന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വരും. ഒരാൾ റസൂലുള്ളാഹിനെ കൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനെയും അവൻ ഭയപ്പെടേണ്ടതില്ല. لم يخشج المدى تولى رسول الله أمري فلم يزل يساعدني دهري فصرت ممجدا. تولى رسول الله أمري, എൻ്റെ കാര്യമൊക്കെ റസൂൽ ഏറ്റെടുത്തിട്ടുണ്ട്. അംരി യുസായിദുനി, നബി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലം യസൽ യുസായിദുനി, നബി എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
ദഹരി, കാലങ്ങളോളം, എൻ്റെ കാലം അത്രയും, ഞാൻ ജീവിച്ച കാലം അത്രയും. ഫസിർതു മുമജ്ജദ, അപ്പോൾ ഞാൻ ആരെക്കാളും വളർമ്മയുള്ളവനാക്കപ്പെട്ടു. റസൂൽ തന്നെ സഹായിക്കൊണ്ട് ആരെക്കാളും വളർമ്മയുള്ളവൻ എന്നെ ആക്കപ്പെട്ടു. ഇവിടെ തിരിച്ചനായി ഞാൻ കരസ്ഥമാക്കി ബിഹി നബിയെ കൊണ്ട് അതിർത്തിയില്ലാത്ത അത്ര അങ്ങോട്ട് വാരിക്കുട്ടി ഞാൻ തഫല്ലുലൻ, ഔദാര്യത്താൽ, നബിയുടെ ഔദാര്യത്താൽ, അള്ളാഹു നബി വഴി തന്ന ഔദാര്യത്താൽ അങ്ങനെ കർത്തമാക്കാം. എന്റെ ജീവിതം സന്തോഷകരമാണ്. അപ്രകാരം തന്നെ മൗത്തിയും എന്റെ മരണവും നല്ല നിരക്കായിരിക്കും. എനിക്കൊരു പേടിയില്ല. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹിനെ കൊണ്ട് ജീവിക്കാൻ ഒന്നും പറ്റൂല. ജീവിതവും മരണമൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ഞങ്ങളോട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖബർ എന്ന് വാല്യൂ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 15 ചൊല്ലിട്ടുണ്ട്. പലരും പറഞ്ഞ് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? നമ്മുടെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ പിന്നെ ഖബർ നമ്മൾ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള വഴിയാണ്, ഖബർ രക്ഷപ്പെടാനുള്ള വഴിയല്ല. ഖബർ രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചാൽ രക്ഷപ്പെടില്ല. അതേ സമയത്ത് ഖബർ രക്ഷപ്പെടാൻ ഒരാളുണ്ട്. ആര്? മുഹമ്മദ് മുസ്തഫ. ഈ കവിത തന്നെ കുറച്ച് നേരത്തെ വന്നല്ലോ, എൻ്റെ ഖബറിൽ നിങ്ങൾ വരുമല്ലോ നബിയെ. ഇല്ല, കഴിഞ്ഞല്ലോ. എനിക്ക് നിങ്ങൾ മതി, പിന്നെ എന്തിനാ പേടിക്കണ്? റസൂലുള്ള വന്ന ഒരാൾ എന്തിനാ പേടിക്കണ്? പുണ്യ റസൂൽ മുസ്തഫ. എന്താ പേടിക്കുക? എന്ത് പേടി? ഒന്നും ഉണ്ടാവില്ല, ഒന്നും പറ്റൂല. ഞങ്ങളോട് ഇന്നലെ ഞങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ കാറിൻ്റെ ഡോറ് പ്രധാനമന്ത്രി തുറന്നു കൊടുത്തു. എന്തേ? നാവിൽ ഒഴിഞ്ഞ ഒരു നേരല്ല, ഒഴിഞ്ഞൊരു നേരല്ല മനുഷ്യന്. അങ്ങനെ വാരിക്കുട്ടിയെ തീരൂല. അങ്ങനെ പിന്നെയും വാരിക്കൂട്ടുക, ദുനിയാവും ആഖിറവും വാരിക്കൂട്ടുക. പിരിവിന് വന്നു തെർബിയത്തേര്. അപ്പോൾ അന്ന് കച്ചവടത്തിൻ്റെ വിറ്റുവരവ് മുഴുവനും, ലാഭമല്ല, വിറ്റുവരവ് മുഴുവനും ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ പെട്ടികളും, ഇന്ന് പൈസ ഇട്ട പെട്ടി മുഴുവനും എടുത്തുവെച്ചതൊക്കെ എണ്ണിക്കോളി തന്നു. 6000 ചില്ലാൻ ഉറപ്പുണ്ട്. അത് കൊണ്ടിക്കോളി തന്നു. അങ്ങനെ തെർബിയത്തുണ്ടാക്കി തങ്ങൾ. അന്ന് ഇന്ത്യയിൽ 1 പവൻ സ്വർണത്തിന് 10 ഉറുപ്പ്യ. 1936 വർഷം. അന്ന് 1 പവൻ സ്വർണത്തിന് 10 ഉറുപ്പ്യ വില. അന്ന് തെർബിയത്തുണ്ടാകാൻ തങ്ങൾ കൊടുത്തത് 6000 ചില്ലാൻ ഉറുപ്പ്യ. ഒക്കെ കൊടുത്തു. ഒന്നും പിന്നെ 1 ഉറുപ്പ്യ ബാക്കിയില്ല. അങ്ങനെ കൊടുത്തു. പിറ്റേന്ന് പിന്നെ ഉണ്ടായി. അക്കാട് കൊടുക്കുക, എല്ലാം കൊടുക്കുക. 1 ഉറുപ്പ്യ പാണ്ഡ്യശാലയിൽ ബാക്കി ഉണ്ടായിരുന്നു. തപ്പി കിട്ടിയത് മുഴുവൻ കൊടുത്തു. 6000 ചില്ലാൻ ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അന്ന് 6000 ചില്ലാൻ ഉറുപ്പ്യ ഉണ്ടായിരുന്നു. എന്താ ഇന്നല്ല, ഇന്ന് ലക്ഷമുള്ളവനെ പ്രഭു എന്ന് അറിയാം, ലക്ഷപ്രഭു. ഇന്ന് ലക്ഷം സാധു എന്ന് അറിയേണ്ടത്. ഇന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ഞാനും പേടിക്കാൻ എന്താക്കിയില്ല. ലക്ഷം അന്ന് ലക്ഷപ്രഭു, കോടി ഈശ്വരൻ. ഇന്നിപ്പോ കോടിയില്ലാത്ത ആളാരാ? 10 കോടി ഉറുപ്പ്യന്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയോ? ഈ കൂട്ടത്തിലുണ്ട് 8-10 കോടി ഉറുപ്പ്യന്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഓനിപ്പോ ഈശ്വരൻ എന്ന് പറയാൻ പറ്റും? ഊരൊക്കെ 2 ചവിട്ട് കൊടുക്കില്ല. ഇവിടെ ഉണ്ട്. അന്ന് പൈസന്റെ വില അതാണ്. അന്ന് കോടി ഒരാൾക്ക് കിട്ടൂല. അതുകൊണ്ടാണ് കോടി ആരെ കയ്യിലേ ഉള്ളൂ? ഈശ്വരന്റെ കയ്യിൽ. ഇതാണ് കോടി ഈശ്വരൻ എന്ന് പറഞ്ഞത്. ലക്ഷയത്തനെ പോയി. ഇന്ന് ലക്ഷം സാധുവിന്റെ കയ്യിലാണുള്ളത്. അക്കാലത്താണ് 6000 ചില്ലാൻ ഉൾപ്പെടുന്നത്. 1 പവന് അന്ന് 10 ഉറുപ്പ്യ. എന്തേ? സ്വലാത്ത് വിടൂല, 1 സെക്കൻഡ് സ്വലാത്ത് ഒഴിവാവൂല. റസൂലുള്ളാഹില്ലാത്ത പരിപാടിയില്ല. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ല. എല്ലാവരും നൂൽ പഠിപ്പിക്കും. കാരണം റസൂലുള്ള പറഞ്ഞ നൂൽ പഠിപ്പിക്കുക. ശാബ് തങ്ങളെ ഭാര്യയാണ് ഒരു മോള്. മരണം വരെ പണി നൂൽപ്പേന്. ആ പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും ഫ്രീ ആയി വസ്ത്രം അടിച്ചു കൊടുക്കും. ആര്? തങ്ങളാണ്. ശാബ് തങ്ങളെ ഭാര്യ മുനവറിൻ്റെയും ഒക്കെ അമ്മ. ആ പരിസരത്ത് ആര് വസ്ത്രം കൊണ്ടുവന്നാലും അടിച്ചു കൊടുക്കും. ഫ്രീ ആയി അടിച്ചു കൊടുക്കും. അതിൻ്റെ പണി അതേ. ബാഫക്ക് പഠിപ്പിച്ചാണ്. പെൺകുട്ടിയൊക്കെ നൂൽ പഠിപ്പിച്ചു. എൻ്റെ റസൂലുള്ള അങ്ങനെ പറഞ്ഞത്. റസൂലുള്ള അവർക്ക് നിങ്ങൾ നൂൽ പഠിപ്പിക്കണം എന്ന്. പെൺകുട്ടിയൊക്കെ നിങ്ങൾ നൂൽ പഠിപ്പിക്കണം എന്ന് ഹബീബ റസൂലുള്ള. നിങ്ങൾ പെൺകുട്ടികൾക്ക് നൂൽപ്പം പഠിപ്പിക്കണം, സൂറത്തുന്നൂറും പഠിപ്പിക്കണം എന്ന് ഹബീബ റസൂലുള്ളാഹി. അവരെ മാളികപ്പുറയിൽ കയറ്റിയിരുത്തരുത്. പെൺകുട്ടികളെ മാളികപ്പുരയിൽ കയറ്റിയിരുത്തരുത്. അവർ മേലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന അവസരം ഉണ്ടാകരുത്.
വലാകിൻ അല്ലിമൂഹുന്ന അൽ ഖിയാതത വസൂറത്ത നൂർ, നിങ്ങൾ പെൺകുട്ടികൾക്ക് നൂൽപ്പും പഠിപ്പിക്കണം, സൂറത്തുൻ നൂറും പഠിപ്പിക്കണം എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അങ്ങനെ തന്നെ വാഫിക്ക് താങ്കൾ ചെയ്തു. അതൊക്കെ സത്യമാണ്. എന്റെ ജീവിതം സന്തോഷകരമാണ്. രണ്ടർത്ഥമൊക്കെ വഹുവ, ആ നബി തന്നെയാണ് മൗത്തിയ എന്റെ മരണവും, സാലിഹു ആ മരണം നല്ലതുമാണ്. അങ്ങനെ അർത്ഥമാക്കാം. റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. കുല്ലൽ ഹംദി കുല്ലുൽ ഹംദി ലക്കൽ ഹംദു കുല്ലുൽ ഹംദു നിനക്കാണ്. ശുക്രൻ നന്ദിയായിട്ട്. വസല്ലിയൻ നീ സ്വലാത്ത് ചൊരിയണം അലാമൻ ഒരാളുടെ മേൽ യഅല്ലിയാഹു അയാളുടെ മേൽമത്തരത്തിന് വേണ്ടി തതീബുൽ മദായിഹു ആ മനുഷ്യന്റെ മേൽമത്തരത്തിന് വേണ്ടിയാണ് നീ മദ്ഹ് ചൊല്ലിയതെങ്കിൽ ആ മദ്ഹ് സുഗന്ധപൂരിതമാകും. റസൂലുള്ളാഹിന്റെ വൽപ്പത്തരം കാണിക്കാൻ വേണ്ടിയാണ് നീ മദ്ഹിന്റെ പാട്ടുണ്ടാക്കിയതെങ്കിൽ, അത് മദ്ഹിന്റെ പ്രസംഗം നടത്തിയതെങ്കിൽ ആ മദ്ഹിന് സുഗന്ധമുണ്ടാവും. 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ഞാൻ മഞ്ചേരിക്കടുത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാം. ഓർമ്മ വിവരം നമ്മളെ വിവരമില്ലായ്മ, പക്ഷെ ഒരു മനുഷ്യന്റെ മാത്രം ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹു റസൂലിന്റെ മാത്രം പറയാം, റബീഉൽ അവ്വലാണ് അങ്ങനെ പറയാം. അപ്പോൾ മുന്നിലൊരു കാക്ക, ഒരു കള്ളിത്തുണിയും ഒരു കുപ്പായിട്ട് ഒരു കാക്ക വടിയും പിടിച്ച് ഇരിക്കുന്നുണ്ട്, പിന്നെ കസേരയിൽ. ഈ മനുഷ്യൻ അങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് പിന്നെ തല താഴ്ത്തിയിരുന്നു, പിന്നെ കസേരയിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്നു. പിന്നെ പറഞ്ഞു, ഇനി കേൾക്കാൻ കഴിയൂല ഊട്ടി എന്ന് പറഞ്ഞു. പറയണ നമ്മൾ ചിരിച്ചു പറയാ, നമ്മൾ പറയണ വാക്കേ ഉള്ളൂ. ആ മനുഷ്യന്റെ കൽബ്, അതൊക്കെ റസൂലുള്ളാഹിന്റെ ഒറ്റ കൽബ, അവർക്ക് കേൾക്കാൻ പോലും കഴിയില്ല. ഒരു മരിച്ചു പോകും. ഇതിന്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം 15-20 കൊല്ലം മുമ്പാണത്. മനസ്സിലായില്ല. വടിയും കുത്തിപ്പിടിച്ചിങ്ങനെ എനിക്ക് തോന്നുന്ന മഞ്ചേരിൻ്റെയും ആ കിടങ്ങൻ്റെ ഇടയിലാണ് സംഭവം. ഒരു മദ്രസ മുറ്റത്ത് പ്രസംഗം നടത്തുമ്പോൾ മുന്നിലൊരാൾ ഇരുന്നിട്ട് അയാൾ പിന്നെ ഇങ്ങനെ തൂങ്ങിയിരുന്നു, പിന്നെ താഴത്ത് തറ മണ്ണ് അതിലിറങ്ങിയിരുന്നു, പിന്നെ കുറച്ച് ഇങ്ങനെ ഇനി പറയലേയും കുട്ടിയായി എനിക്ക് കേൾക്കാൻ വയ്യാന്ന് കരിയ സുളാൻ കേട്ടിട്ട് കരിയ പറയണ നമ്മളതല്ല. അപ്പൊ നമ്മളൊരു വാക്ക് പറയും, അവർ 100 വാക്ക് ആലോചിക്കും. വയസ്സായ മനുഷ്യൻ അവര് ഇതിന്റെ അപ്പുറം പറഞ്ഞ മാന്മാരുണ്ടാവും. ആ വയറുള്ളവർക്ക് ഓർമ്മ വരും, നമ്മളെ നാവല്ല, നമ്മളെ നാവ് ഒരു വിൻഡോ മാത്രമാണ് അവർക്ക്. അവരങ്ങോട്ട് വിൻഡോയിലൂടെ അവിടെ പോകും. പറഞ്ഞ് നമ്മളപ്പുറം ചിരിക്കാണ്. എന്തുകൊണ്ട്? നമ്മളെ കൽബിക്ക് നബി കയറിയിട്ടില്ല. പറഞ്ഞ മനസ്സിലായി കുട്ടികളെ, ചിന്തിക്കും. ലക്കൽ ഹംദു കുല്ലുൽ ഹംദി ശുക്രൻ വസല്ലിയൻ അലാ മൻ ലിഅലിയാഹു തതീബുൽ മദായിഹു. ലക്കൽ ഹംദു എല്ലാ നിനക്കാണ് സർവസ്തുതിയും, കുല്ലുൽ ഹംദി എല്ലാ ഹംദും ശുക്രൻ നന്ദിയായിട്ട് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ റസൂലാണ് നീ എനിക്ക് തന്നില്ലേ റബ്ബേ. വസല്ലിയൻ തീർച്ചയായും നീ സ്വലാത്ത് ചൊരിയണമേ അലാ മൻ ഒരാളുടെ മേൽ ലിഅലിയാഹു അയാളുടെ മേൽമത്തരത്തിന് വേണ്ടി ഒരാൾ പറഞ്ഞാൽ തതീബുൽ മദായിഹു അത്തരം മദ്ഹകൾക്ക് സുഗന്ധമുണ്ടാവും. അങ്ങനെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. ലക്കൽ ഹംദു യാ മൗലായ ഹഖൻ വസല്ലിയൻ അലൈഹി മദൽ അയ്യാമി മനാഹനാഇഹു. ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും, യാ മൗലായ എൻ്റെ ഉടമക്കാരനെ, ഹഖൻ യഥാർത്ഥമായിട്ടും, വസല്ലിയൻ നീ സ്വലാത്ത് ചൊരിയണമേ അലൈഹി എൻ്റെ നബിയുടെ മേൽ മദൽ അയ്യാമി കാലമത്രയും. ഏത് കാലമത്രയും? മനാഹനാഇഹു നബിയെ ഓർത്ത് കരയുന്നവർ കരയുന്ന കാലമത്രയും. അത് ലോകാവസാനം വരെ ഉണ്ടാവും. അത് ലോകാവസാനം വരെ എന്നർത്ഥം. മദല്ലയ്യാമി കാലങ്ങളത്രയും. കാലങ്ങളത്രയും ഏത് കാലങ്ങളത്രയും? ദുഃഖിക്കുന്നവൻ ദുഃഖിക്കുന്ന കാലമത്രയും, കരയുന്നവൻ കരയുന്ന കാലമത്രയും നബിയെ ഓർത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്കൽ ഹംദു യാ മൗലായ ഹഖൻ വസല്ലിയൻ. എൻ്റെ കൂടെ ചൊല്ലി, ലക്കൽ ഹംദു യാ മൗലായ ഹഖൻ വസല്ലിയൻ
عليه مدى الأيام منا حنائه محمد عبد الله أحمد حامد تبدت لنا منه المنى والمنائح മുഹമ്മദ് മുസ്തഫ അബ്ദുല്ലാഹി അള്ളാഹുവിന്റെ അടിമയാണ് യഥാർത്ഥത്തിൽ അഹ്മദും അവരാണ് അഹ്മദും അവരാണ് ഹാമിദും അവർ തന്നെയാണ് ഹാമിദും ഒക്കെ നബിയ ആ നബിയിലൂടെയാണ് നമുക്ക് വെളിവായത് ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടിയത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളും നബിയിലൂടെയാണ് സമ്മാനങ്ങൾ മനീഹത്തിന്റെ ബഹുജനം മനാഇഹ് നല്ല അതയ്യാത്ത് സമ്മാനങ്ങൾ അള്ളാഹു നമുക്ക് തന്നതൊക്കെ നബിയിലൂടെയാണ് മുഹമ്മദ് അബ്ദുല്ലാഹി അഹ്മദ് ഹാമിദു തബദ്ദത് ലനാ മിൻഹുൽ മുനാ വൽ മനാഇഹു തബദ്ദത് ലനാ നമുക്ക് വെളിവായി കിട്ടി അഥവാ നമുക്ക് കരസ്ഥമായത് മിൻഹു നബിയിലൂടെയാണ് അൽ മുനാ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടിയത് നബിയിലൂടെയാണ് വൽ മനാഇഹു അല്ലാഹുവിന്റെ എല്ലാ സമ്മാനങ്ങളും നമുക്ക് ലഭിച്ചത് നബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ഒട്ട് കിട്ടൂല്ല ഒക്കെ നബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം نفعا ديوري كل بؤس وغمة وطير وشؤم قد تريها البوارح وألهامنا ذكر الإله ومدح من تكل لدى أدنى ثناه القوارح تبدت له ذات المهيمين ساذجا وذلك مرمى كلا عنه القوارح وذلك عبد العين سيد نقطة بها حصلت للعالمين المرابح عليه صلاة ربه حق قدره وما فاح عند الاختتام الفوائح سبحان الله എന്റെ വീടുകളെ തൊട്ട് നിഷിദ്ധമായി കുല്ലുമൂസിൻ എല്ലാ ബുദ്ധിമുട്ടുകളും ഉമ്മത്തിന് എല്ലാ മനക്ലേശങ്ങളും എല്ലാ അപലക്ഷണങ്ങളും എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും ഏത് തരത്തിലുള്ള ശരിയും തെറ്റും നന്മയും തിന്മയും ഭാഗ്യവും നിർഭാഗ്യവും പ്രദർശിപ്പിക്കുന്ന പക്ഷികൾക്ക് അറബികൾക്ക് കൊടുത്തിരുന്നതൊന്നും എനിക്കിപ്പോൾ വേണ്ട. എനിക്കൊരു പക്ഷിയൊന്നും വേണ്ട, എനിക്ക് നബി മതി, എൻ്റെ വീട്ടിൽ നന്മയുള്ളൂ. അതായത് അറബികൾ ഏത് കാലത്തും പക്ഷികളെ പറപ്പിക്കും. എന്തിന്? പക്ഷി വലത്തോട്ട് പോയാൽ നമുക്ക് ഗുണമെന്ന് മനസ്സിലാക്കും, പക്ഷി ഇടത്തോട്ട് പോയാൽ നമുക്ക് ശരിയില്ല എന്ന് മനസ്സിലാക്കും. എന്തൊരു കാര്യത്തിന് അവർ പക്ഷിനെ പറത്തുക. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ പക്ഷിയെ പറത്തും, ഒരു കച്ചവടത്തിന് യാത്ര ചെയ്യുമ്പോൾ ആദ്യം പക്ഷിയെ പറത്തും. പക്ഷി വലത്തോട്ട് പോയാൽ അവര് വേഗം പോകും. പക്ഷി ഇടത്തോട്ട് പോയാലോ അടുത്ത പക്ഷിനെ വിടും, അവൻ ഇടത്തോട്ട് പോയാലോ അടുത്ത പക്ഷിനെ വിടും. ഏതുവരെ? പക്ഷി വലത്തോട്ട് പോയാലേ ഒരു ഇറങ്ങുള്ളൂ. അന്ന് പക്ഷികളൊന്നും വലത്തോട്ട് പോയില്ലെങ്കിലോ അന്നോൽ പോകില്ല, പിറ്റേന്ന് പിന്നെയും പക്ഷിയോട്. അതുകൊണ്ടല്ല ഒരു പക്ഷിയും ഇല്ല, ഇന്ന് മുതൽ പക്ഷിയൊക്കെ ഒഴിവായിട്ടുണ്ടോ എന്ന് പറഞ്ഞത്. പക്ഷിനെയും കൊണ്ട് അരിഞ്ഞ് കളിക്കണ്ട, ഭാഗ്യക്കാര്യത്തിലും കത്തരിയ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കാണിച്ചു തരാറുണ്ടല്ലോ. അൽ ബവാരിഹു ബാരിഹിന്റെ ജംആണ് ബവാരിഹ്. الطير الذي تتشاءم به العرب إذا طار من جهة اليمين فهو يمن وبركة وإذا طار إلى الشمال فذلك شؤم ونحس. ഇതിന്റെ ഒന്നാം ഭാഗത്ത് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ? യഖൂലൂന ഇതാ അറബികൾ പറയും, ഇതാ ത്വാറ പക്ഷി പറന്നാൽ മിൻ ജിഹത്തിൽ യമീനി വലഭാഗത്തൂടെ പറന്നാൽ ഫഹുവ യുംനുൻ അത് നേട്ടവുമാണ്, ബർക്കത്തുമാണ്. വേഗം വണ്ടി വിട്ടോളി, ബർക്കത്തായി. ലക്ഷ്യമാരി ഇടഭാഗത്തേക്കാണ് പക്ഷി പറഞ്ഞെങ്കിൽ ഫദാലിക ഷൂമൂൻ അത് അവലക്ഷണമാണ്. നെഹസൂൻ അറി അങ്ങനെ പിന്നെ രണ്ടും പിന്നെയും പക്ഷികളെ വിടും. പക്ഷി ഇടഭാഗത്തേക്ക് തന്നെ പോയാൽ ഒരന്ന് യാത്ര മുടക്കും, പിറ്റേന്ന് പിന്നെയും പക്ഷി വിടും. മനസ്സിലായേ?